ഇറാനിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ്. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും US പ്രസിഡന്റ് പറഞ്ഞു. 14ാമത്തെ ദിവസവും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇറാനിൽ ശമനമില്ല. അതേസമയം പ്രതിഷേധിക്കുന്നവരെ ആക്ഷേപിക്കുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട് അവിടെ പ്രതിഷേധക്കാർക്ക് നേരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ഇടപെടുമെന്ന്. പക്ഷേ അപ്പോഴും ഇറാൻ ഉറച്ച് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പരമോന്നത നേതാവ് പറയുന്നത് ഇത് അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ നടക്കുന്ന പ്രതിഷേധമെന്നാണ്. നിലവിൽ ഇറാനിലെ സാഹചര്യം എന്താണ്? അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ശ്രീജ, ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇറാനിലെ കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ടൈം മാഗസീന് അവിടുത്തെ ഇറാനിലെ ഒരു ഡോക്ടർ കൊടുത്തിരിക്കുന്ന അവരുടെ ഒരു ഇൻ്റർവ്യൂ പ്രകാരം 217 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വെടിയേറ്റു കൊല്ലപ്പെട്ടു, പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇത് ശരിയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ് പ്രതിഷേധക്കാർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ വെടിയുതിർക്കുന്ന നിലപാട് ഇറാന്റെ ഭരണകൂടത്തിൽ നിന്നുണ്ടായാൽ ശക്തമായി അടിക്കും, ശക്തമായി ഇറാനെ ആക്രമിക്കുമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഒരുപക്ഷെ ഇറാനിലേക്ക് നമുക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കേണ്ടി വരും. നിലവിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇറാനിലുള്ളത്. അവിടെ കഴിഞ്ഞ 24 മണിക്കൂറായി ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മുടക്കിയിരിക്കുന്ന, തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ നൊബേൽ പ്രൈസ് ജേതാവായിട്ടുള്ള ഷിറിൻ ഇബാദി പറയുന്നത് അവിടെ ഒരു കൂട്ടക്കൊല നടത്താനായി ആയത്തുള്ള അലി ഖമനേയുടെ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവിടെ ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹസൻ റഹീംപൂർ അസ്ഗാദി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഇറാനിയൻ ഒഫീഷ്യലുണ്ട്, ഇറാന്റെ ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം പറയുന്നത് മദൂറോയെ വെനസ്വേലയിൽ നിന്ന് മദൂറോയെ എങ്ങനെ ട്രംപ് തട്ടിക്കൊണ്ടുപോയോ അതുപോലെ ഇറാൻ ട്രംപിനെ തട്ടിക്കൊണ്ടുപോകണം എന്നൊരു വിവാദമായ ഒരു പരാമർശം കൂടി നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സംഘർഷം കൂടുതൽ വലിയ തലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. അതായത് മദൂറോയെ ട്രംപ് എങ്ങനെ തട്ടിക്കൊണ്ടുപോയോ അതേപോലെ തന്നെ ട്രംപിനെ ഇറാനും തട്ടിക്കൊണ്ടു പോകണം, ട്രംപിനെ വകവരുത്തണം എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശങ്ങൾ. അതായത് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന കലാപങ്ങൾ, സംഘർഷങ്ങൾ അതിന് പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടലുണ്ട്. മാത്രമല്ല അവിടെ ഭരിച്ചിരുന്ന ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ തലമുറക്കാരനായിട്ടുള്ള മുഹമ്മദ് റേസ പഹലാവി, അദ്ദേഹം അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ഇറാനിൽ കൊണ്ടുവന്ന് അവിടുത്തെ ഭരണത്തെ നയിക്കാനായി പഹലാവിയെ കൊണ്ടുവരണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അമേരിക്കയുടെയും കൂടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഖമനേയി തൻ്റെ ഭരണ നേതൃത്വത്തെ ഇറാനിൽ പിടിച്ചു നിർത്താനും അവിടെ നിന്ന് തൻ്റെ ഇപ്പോഴത്തെ പ്രതിഷേധത്തെ അടിച്ചമർത്താനും ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇതിനിടയിലാണ് അലി ഖമനേയി നാട് വിടാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.